അങ്ങനെ വീണ്ടും രാവിലത്തെ ഒരു അടപടലം തിരക്കുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ മോളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് മുട്ട ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് കുക്കുമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സിന് കുറച്ച് നുറുക്ക വെച്ചിട്ടുള്ളത്. പിന്നെ മോളുടെ ഹെയർ സ്റ്റൈൽ ഇതാട്ടോ. സത്യത്തിൽ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോണിലെ ചാർജ് തീർന്ന് ഫോൺ ഓഫായി പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ ചാർജൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മോള് രാവിലെ ഉണ്ടാക്കിയ ചോറ് മതി എന്ന് പറഞ്ഞാൽ അതന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇക്ക പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ സ്കൂളിൽ പോവാൻ. അങ്ങനെ ഇതാ അവൾ സ്കൂളിൽ പോവായി. ഇന്ന് എമിനു ഇവരെ കൂടെ പോകുന്നില്ല. എന്താ വെച്ചാൽ എമിനു രാവിലെ എണീറ്റിട്ട് വീണ്ടും ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവര് സ്കൂളിൽ പോയി. ഇനിയാണല്ലോ നമ്മൾ അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. നമുക്ക് ഒരുപാട് പണിയുണ്ട്. പക്ഷേ അതാ അതിൻ്റെ ഇടയിൽ അവൾ മാസ്ക് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമതൊരു റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ മാസ്കൊക്കെ എടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. പുതിയ മാസ്ക് ആയതുകൊണ്ട് പിന്നെ അവൾ മറന്നുപോയി. ഇപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ കുറേ ആയിട്ട് ഇടാത്തത് കൊണ്ടേ മറന്നുപോയി. അപ്പോൾ ഇതാ ഞാൻ യമിനുവിനെ കാണിച്ചു തരാം കേട്ടോ. യമിനു ഇതാ നല്ല ഉറക്കമാണ്. ഇന്ന് രാവിലെ നല്ല ഉറക്കം ഉറങ്ങിയതുകൊണ്ട് ഇന്നത്തെ ഡേ ഫുള്ള് ഇനി ഉറക്കേ ഉണ്ടാവില്ല. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയും പിന്നെ ചെറുപ്പയറായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു നല്ല ചൂട് കട്ടനൊക്കെ കൂട്ടിയിട്ട് ഞാൻ നല്ലപോലെ അടിക്കാണ്. സത്യത്തിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നേരെ 9:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉച്ചക്കത്തെ കാഴ്ചയാട്ടോ കാണിക്കുന്നത്. അവനൊന്നും ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഉറങ്ങിയതുകൊണ്ട് അവന് ഉറക്കേ ഇല്ല. ഞാൻ കുറേ നേരം ഉറക്കി നോക്കി, പക്ഷെ ഉറങ്ങുന്നില്ല. ആ ടൈമിലാണ് നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവനെ വിളിച്ചതാണ് കേട്ടോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവൻ ഓടി വരുന്നുണ്ട് റൂമിൽ നിന്ന്. അപ്പം നമ്മൾ നല്ല മഴയായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ഒരു പാട്ട് പാടിക്കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് മഴയെ കുറിച്ച് പാട്ടൊക്കെ പാടുന്നത് എന്തൊക്കെയോ പാടുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ അവൻ എന്താ പറഞ്ഞാൽ ചെയ്തു തന്നോളൂ. അവനെ അവൻ്റെ ഭാഷ മനസ്സിലാവുള്ളൂ. പക്ഷെ എല്ലാം അവൻ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ അവൻ മഴയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് പാട്ടൊക്കെ പാടി നിൽക്കുകയാണ്. ആൾക്കിന്ന് ഉറക്കേ ഇല്ല. അപ്പം നിൻ്റെ കുളി നനയൊക്കെ കണക്കായില്ലേ. അപ്പം ഞാൻ എന്താക്കി ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വാഷിംഗ് മെഷീനിൽ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് അപ്ലൈ ചെയ്യാറ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഞാൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ ഞാൻ പകലും ഞാൻ അപ്ലൈ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് നല്ല ഒരു ഫ്രഷ്നെസ് ഫീലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതാ ഇക്ക വന്നു കേട്ടോ. അപ്പത്തിന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കുറച്ച് ടൈമൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇക്കൻ്റെ ഫോണിൽ പാട്ടിട്ടിട്ട് അവൻ നല്ല ഡാൻസ് കളിയാണ്. അപ്പോൾ ആ പാട്ട് ഇപ്പം നമ്മൾ ഇതിൽ ഇട്ടാൽ എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ ആ പാട്ട് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പക്ഷെ അവൻ അടിപൊളിയായിട്ട് ചാടി കളിക്കുന്നു. എന്തൊക്കെ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നു. ഇക്ക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും എമിനും കിടന്ന്. പിന്നെ ഇതാ ഞാൻ ഉണർന്ന് അപ്പോഴത്തേന് മോള് കൊണ്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ടൈം 4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിതാ ഫോണെടുത്ത് കളിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ എമിനു ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഉറക്കത്തിൻ്റെ പിച്ചിലാണ് കേട്ടോ. അവനെന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മക്കൾക്ക് അതിൻ്റെ ഇടയിൽ കേട്ടോ. രണ്ടുപേർക്കും ചായയൊക്കെ കൊടുത്ത് പിന്നെ നമ്മളൊന്ന് പുറത്തിറങ്ങി. മഴയൊന്നും ഇല്ലാത്തപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ്. പക്ഷേ പുറത്ത് നമ്മളെ റോഡൊക്കെ നല്ല വഴുക്കലുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുറ്റത്തൊക്കെ ചളി ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ അതിൽ വീഴുമെന്നൊക്കെ പേടിയായപ്പോൾ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ നെയ്ബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങും. അത് കണ്ടോ റോഡിൽ നല്ല വഴുക്കലുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ നല്ല പേടിയായി ഇവനൊക്കെ നടന്നു പോകുമ്പോൾ. അപ്പോൾ ഞാൻ എല്ലാവരെയും അകത്തേക്ക് തന്നെ കയറ്റിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.